വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം? 10ാം ക്ലാസ്സിലെ ഇന്ത്യൻ ഇക്കണോമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ ഡീമെറിറ്റ്സ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം? പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ പോരായ്മകൾ എന്തെല്ലാം? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഓൺലി ആൻ ആവറേജ് ഇൻകം. ഇത് ഒരു ആവറേജ് ഇൻകം മാത്രമാണ്. ഇത് ഒരിക്കലും എന്തല്ല, ഒരു യഥാർത്ഥ വരുമാനമല്ല. ഇതൊരു ആവറേജ് ശരാശരി ഇൻകമാണ്. സെക്കൻഡ് വൺ, ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി ഓഫ് വെൽത്ത് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ഇൻ ദ ഇൻകം ഇൻഡെക്സ്. പെർ ക്യാപിറ്റ ഇൻകത്തിൽ എന്തുൾപ്പെടുന്നില്ല? ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ വിതരണവും അതേപോലെ അസമത്വവും അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഉൾപ്പെടുന്നില്ല. തേർഡ് പോയിന്റ്, സിൻസ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഇൻകം, ദ ലിമിറ്റേഷൻസ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം ഓൾസോ അഫക്റ്റ് പെർ ക്യാപിറ്റ ഇൻകം. പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഇൻകം. അപ്പോൾ നാഷണൽ ഇൻകത്തിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ, അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാഷണൽ ഇൻകത്തിൻ്റെ ലിമിറ്റേഷൻസ് ഇറ്റ് ഓൾസോ എഫക്റ്റ് പെർ ക്യാപിറ്റ ഇൻകം. ഇത് എന്തിനെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്? പെർ ക്യാപിറ്റ ഇൻകത്തിനെയും ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദ ലാസ്റ്റ് പോയിന്റ്, ഫാക്ടേഴ്സ് ദാറ്റ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പ് ഓഫ് ദി പെർ ക്യാപിറ്റ ഇൻകം ഇൻഡെക്സ്. പെർ ക്യാപിറ്റ ഇൻകം ഇൻഡെക്സിൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അത് എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നും നമ്മൾ പെർ ക്യാപിറ്റ ഇൻകത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. ഈ 4 പോയിൻറ്റ്സ് ആണ് നമ്മൾ എന്തിനെ പറ്റി പഠിക്കുന്നത്? പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ് ഓർ ഡീമെറിറ്റ്സ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.